ലൈംഗിക പീഡനാരോപണ കേസിൽ എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും തള്ളാനാകാതെ കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് നേതാക്കൾ. രാഹുലിനെതിരായ പാർട്ടി നടപടി പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമെന്ന് കോൺഗ്രസ് വാദിക്കുമ്പോഴും കെപിസിസി അധ്യക്ഷന്റെ നിലപാട് മറിച്ചാണ്. ദിസ്ന സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. ദിസ്ന, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് എടുത്ത ഒരു നിലപാട്, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും തള്ളാനാകും എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു ദൗർബല്യം തന്നെയാണ്. അതിനിടയിൽ ഇവർ തമ്മിലുള്ള ചേരിപ്പോരുമുണ്ട്. ചിലർ വലിയ രീതിയിൽ തന്നെ അനുകൂലിക്കുന്നുണ്ട്, ചിലർ എതിർക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു വലിയ പ്രതിസന്ധി തീർത്തിരിക്കുകയാണല്ലേ? പോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് തന്നെയാണ് ആദ്യഘട്ടം മുതൽ കോൺഗ്രസിന്റെ ഇടയിൽ വലിയ വിഭാഗീയതയ്ക്ക് കാരണമായത് എന്ന് തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിൽ മുൻഗണന ലഭിക്കുന്നു എന്നത് പാർട്ടിയിലെ വിഭാഗങ്ങൾക്കിടയിൽ ചില ചേരിപ്പോരുകൾ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ നോക്കിക്കാണേണ്ടത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നൊരു വാദഗതി മാത്രമാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും കൃത്യമായി പറഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഇത് മാത്രമാണോ ചോദിക്കുവാനുള്ളത്, ബാക്കി എന്തൊക്കെ വിഷയങ്ങൾ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടിൽ നിന്നും പിന്മാറാനുള്ള ഒരു ശ്രമവും പ്രധാനമായി നടക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും ആദ്യഘട്ടത്തിൽ ആരോപണം മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അതൊരു പരാതിയിലേക്ക് കടക്കുന്നു. അതിപ്പോൾ അന്വേഷണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. കൂടുതൽ അറസ്റ്റുകൾ, സൈബർ അതിക്രമ കേസുകൾ അടക്കം കൂടുതൽ പേർ ഈ കേസുമായി ബന്ധപ്പെട്ട രംഗത്ത് വരുന്നൊരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്ത് നടപടിയാണ് എടുത്തത് എന്ന ചോദ്യത്തിന് സസ്പെൻഡ് ചെയ്തല്ലോ. ഇപ്പോൾ പാർട്ടി പ്രവർത്തകനല്ല നിലവിൽ. മറ്റ് രീതിയിൽ, അതായത് പാർട്ടിയുടെ പ്രചാരണങ്ങൾക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരിക്കലും നേതൃത്വം അംഗീകരിച്ചുകൊണ്ടല്ല, വ്യക്തിപരമായ താല്പര്യത്തിന്റെ ഭാഗമായാണ് വിവിധ ഇടങ്ങളിൽ പ്രചാരണത്തിന് രാഹുൽ മാങ്കൂട്ടം ഇറങ്ങിയത് എന്നൊരു ന്യായീകരണം മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടാവുന്നത്. എന്തായാലും ഇന്നലെ MV ഗോവിന്ദന്റെ പ്രതികരണത്തിനൊക്കെ തന്നെയും പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം ഞങ്ങളുടെ പോക്കറ്റിൽ ഇല്ല എന്നുള്ള സണ്ണി ജോസഫിന്റെ വാദമുഖങ്ങളൊക്കെ തന്നെയും ഇന്നലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അത്തരത്തിലൊരു ചേരിപ്പോര് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം താഴേക്കിടയിലുള്ളവർക്ക് പോലും എന്തുകൊണ്ടാണ് പാർട്ടി കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു നിലപാടെടുക്കാത്തത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അവിടെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രഭാവത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് കടക്കുന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഉൾപ്പെടെ പറയുന്നത്. പാർട്ടി പ്രവർത്തകനല്ല, പാർട്ടി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്, അതിനപ്പുറം എന്തു ചെയ്യണം, ബാക്കി തെളിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടമാണ് എന്നൊരു ഒഴിഞ്ഞുമാറിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെയാണ് ഈ വിഷയമായി രോഹിണി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഇടയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു, വിഭാഗീയത ഉടലെടുക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയുന്നത്. നമുക്കറിയാം ആദ്യഘട്ടത്തിൽ തന്നെ ഈ കോൺഗ്രസ് വ്യക്തികൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള വ്യക്തികളെ വലിയ രീതിയിൽ നമുക്കറിയാം. ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയകളിൽ റീൽസൊക്കെ ഇട്ട് വലിയ രീതിയിൽ ആളുകളെ കയ്യിലെടുക്കുവാനുള്ളൊരു ശ്രമമൊക്കെ നടന്നിരുന്നു. അതിനെതിരെയൊക്കെ തന്നെ ഈ മുതിർന്ന നേതാക്കൾ രംഗത്ത് വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ അത്തരത്തിലൊരു വിഭാഗീയത കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്തു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ എന്താണ് കൃത്യമായി നിലപാടെടുക്കാത്തത് എന്ന് തന്നെയാണ്. ഒരു സസ്പെൻഷനിൽ ഒതുക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിൽ കോൺഗ്രസിനിടയിൽ വിഭാഗീയതകൾ, ചേരിപ്പോരുകൾ ഉടലെടുക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് മുതിർന്ന നേതാക്കന്മാർ വ്യക്തമാക്കണമെന്നൊരു കാര്യം തന്നെയാണ് കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത്. രോഹിണി, ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.